welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് വളരെയധികം ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നീല നിറത്തിലെ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊഴുക്കട്ട നിങ്ങൾക്കറിയാമല്ലോ, ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇന്ന് നമുക്ക് അതിൻ്റെ കളറും ഒന്ന് മാറ്റി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നീല നിറത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നീല നിറം കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നീല കളറിലെ ശംഖുപുഷ്പമാണ്. അപ്പോൾ ശംഖുപുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെയും മുടിയുടെയൊക്കെ ആരോഗ്യത്തിന് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു പൂവാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് നീല നിറം കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ശംഖുപുഷ്പത്തോളം ഇതുണ്ട്. പിന്നെ തലേദിവസം ഞാൻ പറിച്ചു വെച്ച ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഞെട്ട് ഭാഗം, പച്ച നിറത്തിലെ ഞെട്ട് ഭാഗം ഞാൻ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നല്ല വൃത്തിയായിട്ട് പ്രാണികളൊന്നും ഇല്ലാത്ത രീതിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ കൂടുതൽ ശംഖുപുഷ്പം ചേർത്താൽ കൂടുതൽ നീല നിറം കിട്ടും. അപ്പോൾ നമുക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളം ഞാൻ ആദ്യം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് മതി ശരിക്കും പറഞ്ഞാൽ. എങ്കിലും പൂവ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് ഇത്തിരി നേരം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ നീല നിറവും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളും എല്ലാം വെള്ളത്തിലേക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇത്തിരി നേരം തിളപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ പറിച്ചു വെച്ചിരിക്കുന്ന പൂവ് ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 23 പൂവോളം കൊടുത്തിട്ടുണ്ട്. തലേദിവസം പറിച്ചു വെച്ച പൂവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വെള്ളം ഒന്നും ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, വാടാതെ ഇരുന്നോളും. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക, ചെറിയ തീയിൽ തിളപ്പിക്കുക. അപ്പോഴേക്കും അതിൻ്റെ നീല നിറമൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് കലർന്നിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നീല കളറായിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് അതിനകത്ത് കിടക്കുന്ന ആ പൂവെല്ലാം ഒന്ന് കോരി മാറ്റാം. ഇപ്പോൾ ആ പൂവിൻ്റെ ഗുണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് അരിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പം ജസ്റ്റ് കോരി മാറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല നീല കളറിലായിട്ടുണ്ട് വെള്ളം. ഇതിപ്പോൾ പൊടിയിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കറുത്ത പാത്രം ആയതുകൊണ്ടാണ് ആ കളർ അധികം കാണാത്തത്. ഞാൻ ഇതിനകത്തേക്ക് 1-1.25 സ്പൂണോ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന നമ്മുടെ കൊഴുക്കട്ട. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും അതിന് കിട്ടും. ആ നെയ്യുടെയും കൂടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കൊഴുക്കട്ട കഴിക്കാനായിട്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ പൊടിച്ചാണെങ്കിലും നല്ലത്. ഞാനിത് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ചേർത്ത് കൊടുത്താൽ നല്ല പഞ്ഞി പോലുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പൊടിക്ക് മിക്കവാറും 1.25 കപ്പ് നമ്മൾ വെള്ളം എടുത്തത് മതിയാവും. പോരാന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം, തിളച്ച വെള്ളം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ഇത്തിരി ചൂടുവെള്ളം തന്നെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വെള്ളം ചേർത്തിട്ട് ഇതൊരു ചെറിയ ചൂട് ഒരല്പം മാറുന്നവരെ നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനായി കഴിയുമ്പോൾ, അതായത് ചെറു ചൂട് വേണം, നന്നായിട്ട് തണുക്കരുത്, ചെറിയ ചൂടോടെ നമ്മുടെ കൈയിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന പരുവം വരെ ചൂടാറി കഴിയുമ്പോഴേക്കും കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. തീരെ തണുത്ത് പോകരുത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി പറയുന്നതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യിലിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങളാണ്, വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസും ചേർക്കാൻ കേട്ടോ. ഞാനിവിടെ കിസ്മിസൊന്നും ചേർക്കുന്നില്ല. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ കൃത്യമായ അളവൊന്നും ഇല്ല. തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ, കൂടുതൽ നേരം ഫ്രൈ ചെയ്യരുത്. അതിനുശേഷം ഒരു 1/4 കപ്പ് ശർക്കരയും കൂടെ
ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര അതിനുള്ള കല്ലും അഴുക്കുമൊക്കെ മാറാനായിട്ട് നേരത്തെ തന്നെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ മധുരമൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതിനുശേഷം ഇത് അധികം മൂപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാകുകയേ ആകാവുള്ളൂ. നമ്മൾ ഈ ശർക്കര പാനിയും തേങ്ങയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായിപ്പോവും. ചൂട് കുറഞ്ഞ് വരുമ്പോഴേക്കും അത് കട്ടിയാവും. അപ്പോൾ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം പെട്ടെന്ന് ആ ശർക്കര പാനി വറ്റി വരും. അധികം വെള്ളം ചേർക്കാതാണ് ഞാൻ ശർക്കര പാനിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം വറ്റും. അത് കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യുക, അധികം മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ നമ്മുടെ ഫില്ലിങ് കട്ടിയായി പോകും. അതിനുശേഷം ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൊഴുക്കട്ട റെഡിയാക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോ ചെറിയ ഉരുള നമ്മുടെ വലിപ്പത്തിനനുസരിച്ച്, ചിലർക്ക് വലിയ കൊഴുക്കട്ടയായിരിക്കും ഇഷ്ടം, ഞാൻ അല്പം വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 കൊഴുക്കട്ട ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കണക്ക്. 1 കപ്പ് അരിപ്പൊടി വെച്ച്. ചെറിയ കൊഴുക്കട്ടയാണ് താല്പര്യമെങ്കിൽ അതനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ബോളിൻ്റെ അളവും വലിപ്പവും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. കൈയുടെ ഉള്ളിൽ വെച്ച് തന്നെ പരത്തി അതിന് നടുക്കോട്ട് ഫില്ലിങ് വെച്ച് വീണ്ടും ഉരുട്ടി നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ ആ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ പുറമേയുള്ള മാവ് തീരെ തിന്നായി പോകരുത്. തിന്നായി പോയാൽ അത് പൊട്ടി ആ ശർക്കര പാനിയൊക്കെ പുറത്തേക്ക് കൂടുതൽ പോവും. അതുപോലെ തന്നെ അതിന് ഷേപ്പ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഉരുട്ടി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ മാവും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് 5 കൊഴുക്കട്ട, അതായത് അത്യാവശ്യം വലിപ്പമുള്ള കൊഴുക്കട്ടയാണ്, അത് 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ആവി കയറ്റുന്ന പാത്രത്തിൽ ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ എന്തെങ്കിലും വെച്ചിട്ട് അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 10 മിനിറ്റ് മാക്സിമം മതിയാവും. പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ തിളച്ച വെള്ളത്തിലല്ലേ കുഴച്ചത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീല നിറം, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ശംഖുപുഷ്പം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഈ കളർ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഈ നീല നിറത്തിൽ ചെയ്ത് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്